ആദിവാസി വോട്ടുകളും തോട്ടം തൊഴിലാളികളുടെ വോട്ടുകളും നിർണായകമായ വയനാട്ടിൽ LDF സ്ഥാനാർത്ഥി PP സുനീർ ഇന്ന് കോളനികൾ കേന്ദ്രീകരിച്ചാണ് നിശബ്ദ പ്രചാരണം നടത്തുന്നത്. പലതവണ പ്രചാരണത്തിനെത്തിയ കോളനികളിൽ തന്നെ അവസാന മണിക്കൂറുകളിലെത്തി വോട്ടുറപ്പിക്കുകയാണ് സുനീർ. വയനാട് മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥി PP സുനീർ ഇപ്പോൾ മാനന്തവാടിയിലെ കാപ്പംകുന്ന് കോളനിയിലാണ്. അവസാന മണിക്കൂറുകളിലെ നിശബ്ദ പ്രചാരണത്തിലാണ് PP സുനീർ. നേരത്തെ തന്നെ ജില്ലയിലെ കോളനികൾ, തോട്ടം മേഖലകൾ തുടങ്ങി എല്ലായിടങ്ങളിലും പലതവണ പ്രചാരണങ്ങൾ നടത്തി കഴിഞ്ഞതാണ്. ഇപ്പോൾ ഈ കോളനികളിലൊക്കെ എത്തി വീണ്ടും വോട്ട് ഉറപ്പിക്കുകയാണ് അല്ലേ? അവസാന മണിക്കൂറിലും കാണാൻ കഴിയാത്ത കോളനികളിൽ പോയി പരമാവധി വോട്ടർമാരെ കാണുക എന്നുള്ളതാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആദിവാസി മേഖലയിലൊക്കെ നിരവധിയായ വിഷയങ്ങളുണ്ട്. ഒരു MP എന്താണ് എന്ന് ഈ ആദിവാസി കോളനികളിലൊന്നും ഇതുവരെയും സ്ഥാനാർത്ഥിയെ പോലും കാണാൻ കിട്ടുന്നില്ല, MP തീരെ കാണാൻ കിട്ടിയിട്ടില്ല. അപ്പോൾ ആ ഒരു ദുരവസ്ഥ മാറ്റണമെന്നും ഈ നാട്ടുകാരനായ എന്നെ പരിഗണിക്കണമെന്നും അവരോട് നേരിട്ട് പറയാൻ വേണ്ടി ഒരു ഇടനിലക്കാരനും ഇല്ലാതെ അവരോട് നേരിട്ട് സംസാരിക്കുന്നതിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ഏകദേശം 90% കോളനികളിലും ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലെ പ്രത്യേകിച്ച് ആദിവാസി കോളനികളിൽ 90% നേരിട്ട് പോയി അവരൊക്കെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. വലിയ പ്രതീക്ഷ അവരിലും ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. വിജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ കോളനികൾ അല്ലെങ്കിൽ വയനാട് പോലെയുള്ള ഒരു ജില്ലയിൽ ആദിവാസി മേഖല, തോട്ടം മേഖല തുടങ്ങിയിട്ടുള്ള ഇത്തരം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രചരണം തന്നെയാണ് കഴിഞ്ഞ 45 ദിവസങ്ങളിലധികമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ താരപരിവേശമുള്ള ഒരു മണ്ഡലമായി വയനാട് വളരെ പെട്ടെന്ന് മാറുകയായിരുന്നു. ഈ ഒരു മണ്ഡലത്തിൽ ജനങ്ങൾക്കിടയിൽ തുടക്കം മുതൽ അവസാനം വരെ ഇറങ്ങി നടന്ന ഒരു സ്ഥാനാർത്ഥി എന്നൊരു പ്രത്യേകതയും PP സുനീറിനുണ്ട്. അനിലും ബഷീറിനൊപ്പം മുജി.